എൻ്റെ പേര് റേഷ്മ എന്നാണ്. ഇതെൻ്റെ ഹസ്ബൻഡ്, ബാക്കി എൻ്റെ ഇൻലോസും എൻ്റെ ഡോഗുമാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഡോഗ്സ് പാർക്കിലാണ്, നമ്മുടെ രാജേന്ദ്ര മൈതാനം. സോ ഇതിപ്പോൾ സൺഡേസിൽ എപ്പോഴും നമുക്കിപ്പോൾ പെറ്റ്സ് പാർക്കായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുവാണ്. സോ ഞാൻ വരുന്നത് ഇവിടെ എറണാകുളത്ത് നിന്ന് തന്നെയാണ്, പച്ചാളത്താണ് എൻ്റെ സ്ഥലം വന്നിട്ട്. സോ നമുക്കിവിടെ ഡോഗ്സ് പാർക്ക് ഓപ്പൺ ചെയ്തിരിക്കുന്നതുകൊണ്ട് വളരെ ഹാപ്പിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോലും ഇവിടെ സ്പേസ് ഇല്ല. എല്ലായിടത്തും ഉള്ള സ്പേസ് ഒക്കെ പോയി എല്ലാവരും വീടും ഫ്ലാറ്റൊക്കെ വെച്ച് പോകുന്നതുകൊണ്ട് നമ്മുടെ പെറ്റ്സിനൊന്നും ഇപ്പം നടക്കാനോ ഒന്നും സ്ഥലമില്ല. സോ ഞങ്ങളിപ്പോൾ എല്ലാ സൺഡേസും ഇവിടെ നമ്മുടെ രാജേന്ദ്ര മൈതാനത്താണ് വരുന്നത്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, പണ്ടത്തെ ആൾക്കാരൊക്കെ ഇവിടെ വന്നുകൊണ്ടിരുന്നതാണ്. വൺ ഓഫ് ദി ഫേമസ് പ്ലേസ് ആണ് നമ്മുടെ കൊച്ചിയിൽ. ഞാൻ വർക്ക് ചെയ്യുന്നത് കിൻഫ്ര ഹൈടെക് പാർക്കിൽ മാക്പോർ സുജ്ഗീർ എന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ രാജേന്ദ്ര മൈതാനം ഇതുപോലെ പുതുക്കി പണിതിട്ട് ഇത് ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. നല്ല സൗകര്യങ്ങളും പിന്നെ പെറ്റ് പാർക്കായിട്ട് കേരളത്തിൽ ആദ്യത്തെ ഒരു സംരംഭമാണെന്ന് വിശ്വസിക്കുന്നു. അതിന് പെറ്റുകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു കാര്യം ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. കേരളത്തിലുടനീളം ഇതുപോലെ ഒരുപാട് പാർക്കുകൾ വേണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ്. സത്യം പറഞ്ഞാൽ കൊറോണ സമയത്താണ് ആൾക്കാർ കുറച്ചും കൂടി ഹെൽത്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയത്. ഇങ്ങനെയുള്ള ഓപ്പൺ പ്ലേസസുകൾ കുറച്ചും കൂടി ആൾക്കാർക്കുള്ള ഒരു റിക്രിയേഷൻ സെന്റേഴ്സ് പോലുള്ള കാര്യങ്ങൾ കൂടി നടത്തിക്കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആൾക്കാർക്ക് ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇങ്ങനൊരു അസോസിയേഷൻ ഉണ്ടാക്കി തന്നതിന് നമ്മുടെ ഗവൺമെന്റിനോടൊക്കെ വളരെ താങ്ക്സ് ആണ് നമ്മൾ പറയുന്നത്. ഇതിന്റെ പിന്നിൽ ഒത്തിരി പേര് പ്രവർത്തിച്ചിട്ടുണ്ട് ഇതിങ്ങനൊരു ഓപ്പൺ പാർക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. സോ ഞാൻ അവരോടാണ് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് പറയേണ്ടത്. നമുക്ക് ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് പെറ്റ്സ് ഫ്രണ്ട്ലി ആക്കി തന്നതിന്. ബിക്കോസ് എല്ലാവർക്കും പെറ്റ്സിനെ ഇഷ്ടപ്പെടണമെന്നില്ല, ബട്ട് ഇഷ്ടപ്പെട്ടവർ നമ്മുടെ ഗവൺമെന്റിനോട് പറഞ്ഞ് സജഷൻ കൊടുത്ത് ഇത് വലിയൊരു ഇതാക്കി തന്നതിന് വളരെ താങ്ക്സ് ഉണ്ട്.